പറ്റില്ല. അപ്പോൾ അതാണ് ഇറാൻ നേരിടുന്ന പ്രശ്നം, വേറെ ഒരുപാട് രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം. അപ്പോൾ ലോകത്തെ കുറേ നല്ല കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഊർജ വ്യവസ്ഥ പ്രായോഗികമല്ല. അപ്പോൾ ആഗോളതലത്തിൽ നമ്മുടെ ഊർജ വ്യവസ്ഥയുടെ അടിസ്ഥാനമാകാൻ ന്യൂക്ലിയർ എനർജിക്ക് പറ്റും. റിന്യൂവബിൾ എനർജിയെ പറ്റുള്ളൂ. സൗരോർജത്തിന്റെ താപ നിലയങ്ങൾ, സൗര താപ നിലയങ്ങൾ വളരെ വലിയ കോൺസെൻട്രേറ്ററുകൾ അല്ലെങ്കിൽ പാരബോളിക് കോൺസെൻട്രേറ്റേഴ്സ് ഉപയോഗിച്ച് വെള്ളം നീരാവിയാക്കി മാറ്റി ഹൈ പ്രഷർ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻസ് പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതി. മറ്റൊന്ന് ഫോട്ടോവോൾട്ടേക്, ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയായിട്ട് ഇത് കാണുന്നത്. അതിനകത്ത് മൂവിങ് പാർട്സ് ഇല്ല, കൂടുതലും ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് അതിൻ്റെ സൈസ് റിഡക്ഷനും കോസ്റ്റ് റിഡക്ഷനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റെല്ലാ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ സൗരോർജ്ജത്തിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയാവുന്ന വിൻഡ് എനർജി, ഏറ്റവും മെച്യൂർ ടെക്നോളജി എന്ന് പറയാവുന്നത് വിൻഡ് എനർജിയാണ്. നമുക്ക് 1 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് മില്ലുകൾ പോലും വി ക്യാൻ ഓർഡർ ഓൾമോസ്റ്റ് ഓഫ് ദ ഷെൽഫ്, ഓർഡർ കൊടുത്താൽ എത്തിച്ചു തരുന്ന തരത്തിൽ അതിന് പറ്റിയ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക, അവിടെ സ്ഥാപിക്കുക. പിന്നെ വേവ് എനർജി, 1980s കേരളത്തിൽ അതിൻ്റെ ചില നല്ല പരീക്ഷണങ്ങൾ നടന്നെങ്കിലും പിന്നീട് അത് തുടർ പ്രവർത്തനം ഉണ്ടായില്ല. അന്ന് വിഴിഞ്ഞത്തെ നമ്മൾ പരീക്ഷിച്ചത് ഒരു ഓസിലേറ്റിംഗ് വാട്ടർ കോളം എന്ന് പറയുന്ന, ഈ കരയടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതനുസരിച്ച് വലിയ ചേംബറിലുള്ള വായു പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ വായുവിൻ്റെ പ്രവാഹത്തിൻ്റെ വിപരീത ദിശകളും ഉപയോഗിക്കാവുന്ന വെൽസ് ടർബൈൻ വഴി, അതായത് കാറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായാലും താഴത്തേക്കായാലും ഈ ടർബൈൻ ഒരേ ഡയറക്ഷൻ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. വെൽസ് ടർബൈൻ വഴി അത്തരം ഒരു ടർബൈൻ ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിരുന്നു. പക്ഷെ അതിനേക്കാൾ മികച്ച ചെലവ് കുറഞ്ഞ പ്രായോഗികമായ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലോകത്ത് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെലാമിസ് വേവ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അത് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോസ്റ്റിൽ കമേഴ്സ്യലായിട്ട് അവർ സ്ഥാപിച്ച് ഗ്രിഡിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും വേവ് എനർജി കൺവേർഷനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ ലെങ്ത്തിൽ നിന്ന് നമുക്ക് 4 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു 600 ചില്ലാനം കിലോമീറ്റർ വേവ് കോസ്റ്റൽ ലെങ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 2000-2400 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പുറമേ പിന്നെ അടിസ്ഥാനമായിട്ട് ബയോമാസിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിനുള്ള ഗ്യാസിഫിക്കേഷൻ അല്ലെങ്കിൽ മെഥനേഷൻ, അനറോബിക് മെഥനേഷൻ, ഈ 2 രീതികളിലൂടെ വേസ്റ്റ് നിന്ന് എനർജി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഫയർവുഡ്, സസ്റ്റൈനബിൾ ബേസിലുള്ള ബയോമാസ് ജനറേഷൻ, ഈ സാധ്യതകളാണ് കേരളത്തിന് മുന്നിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെലവ് കുറയാനുള്ള സാധ്യതയുള്ളതും പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയുന്നതും സൗരോർജ്ജത്തിൽ നിന്നായിരിക്കും. പക്ഷെ കേരളത്തിൻ്റെ സൗരോർജ്ജ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വാദങ്ങൾ, ഒന്ന്, നമുക്ക് 6 മാസം മഴയായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് മുതലാവില്ല, സൗരോർജ്ജത്തിൻ്റെ ലഭ്യത മതിയാവില്ല എന്നുള്ള ഭയമാണ്. അത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല എന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പതിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ അളവ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ സൂര്യൻ ഏതാണ്ട് തലയ്ക്ക് മുകളിലായിരിക്കും, സ്വല്പം തെക്കോട്ടും വടക്കോട്ടും നീങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം സൗരോർജ്ജ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന സ്പെയിൻ, ജർമ്മനി മുതലായ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ പല ഭാഗങ്ങളെക്കാളും അപേക്ഷിച്ച് കേരളത്തിൽ മൊത്തം ഊർജത്തിൻ്റെ ഒരു വർഷം മുഴുവനും വീഴുന്ന സൗരോർജ്ജം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നാഗ്പൂരിന് സമമാണ്. നാഗ്പൂര് തീരെ മഴ കുറവുള്ള പ്രദേശമാണ്, പക്ഷെ അവിടെ സൂര്യൻ്റെ ആംഗിൾ എപ്പോഴും താഴ്ന്ന കോണിലായിരിക്കും. അപ്പം നാഗപൂരിൽ ലഭിക്കുന്ന അത്രയും സൗരോർജ്ജം തിരുവനന്തപുരത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൗരോർജ്ജത്തിൻ്റെ ലഭ്യത മതിയാകും. നമുക്ക് ശരാശരി ഒരു ദിവസം ഒരു 5-6 യൂണിറ്റ് വൈദ്യുതി 1 സ്ക്വയർ മീറ്റർ പ്രദേശത്ത് നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 1 സ്ക്വയർ മീറ്ററിൽ വീഴുന്ന സൗരോർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 1 കിലോ വാട്ടാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു 10 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ സൗര പാനലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ വീഴുന്ന ഊർജം ഏതാണ്ട് 10 കിലോ വാട്ടായിരിക്കും. ശരാശരി ഒരു 10% കൺവേർഷൻ എഫിഷ്യൻസി, 15%, 16% ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഇതിൽ 10% നമ്മൾ കൺവേർഷൻ എഫിഷ്യൻസി വിചാരിക്കുകയാണെങ്കിൽ 10 കിലോ വാട്ടിൽ നിന്ന് 1 കിലോ വാട്ട് വൈദ്യുതി ഉണ്ടാക്കാം. 1 കിലോ വാട്ട് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഉള്ളതിൽ ശരാശരി അതിൻ്റെ
ഊർജ്ജം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് 6 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉത്പാദിക്കാൻ സാധിക്കും. 6 കിലോ വാട്ട് അവർ. അപ്പോൾ ഒരു മാസം 6×3=18 ഒരു 150-180 യൂണിറ്റ് വൈദ്യുതി നമ്മുടെ ടെറസിൽ നിന്ന് ഉത്പാദിപ്പിക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഏരിയയിൽ സോളാർ പാനൽസ് സ്ഥാപിക്കണം. അപ്പോൾ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള വൈദ്യുതി നമുക്ക് നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷേ വൻതോതിൽ വൈദ്യുതി ആവശ്യമുള്ള വ്യവസായങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിച്ച് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹൈഡ്രജൻ ആക്കി മാറ്റി ആ രീതിയിൽ നമുക്ക് ഗതാഗതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി വൻതോതിലുള്ള വൈദ്യുതി ഉത്പാദനവും ആവശ്യമായി വരും. അപ്പോൾ അവിടെ സ്ഥലപരിമിതിയാണ് കേരളത്തിലെ പ്രശ്നം. അതിനെ ഒരു പുതിയ നിർദ്ദേശം ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ റിസർവോയർ, ഉദാഹരണമായിട്ട് എടുക്കുന്ന ഇടുക്കി റിസർവോയർ. ഇടുക്കി റിസർവോയറിന്റെ സർഫസ് ഏരിയ ഏകദേശം 60 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് 60 മില്യൺ സ്ക്വയർ മീറ്റർ. 60 മില്യൺ സ്ക്വയർ മീറ്ററിൽ വീഴുന്ന സൗരോർജത്തിന്റെ അളവ് 60 മില്യൺ കിലോ വാട്ട് അല്ലെങ്കിൽ 60,000 മെഗാവാട്ട്. 10% കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ 6000 മെഗാവാട്ട് ആ സർഫസിൽ മുഴുവനും സൗര ഫലകങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അതിന്റെ സർഫസ് മുഴുവൻ കവർ ചെയ്യാന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളതല്ല. അതിന്റെ ഒരു 1/3 ഏരിയ നമ്മൾ കവർ ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ 6000-ന് പകരം 2000 മെഗാവാട്ട് വൈദ്യുതി പകൽ സമയത്ത് ഇടുക്കി റിസർവോയറിന്റെ ഉപരിതലത്തിൽ നമ്മൾ ചങ്ങാടങ്ങൾ നിരത്തി ചങ്ങാടങ്ങളിലെ വൈദ്യുതി സോളാർ പാനലുകൾ വെക്കുകയാണെങ്കിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഈ 2000 മെഗാവാട്ട് നമുക്ക് വേണമെങ്കിൽ പകല് നാഷണൽ ഗ്രിഡിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഗ്രിഡിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ അത് പ്രവർത്തിപ്പിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉതകണം എങ്കിൽ അത് സ്റ്റോർ ചെയ്യും. വൈദ്യുതിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് നമുക്കറിയാം. ഇലക്ട്രിക് ബാറ്ററികൾ പ്രായോഗികമല്ല. അതിന് 2 വഴികളാണ്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ധാരാളമായി ലഭിക്കുന്ന സമയത്ത് അത് ഇലക്ട്രോളിസിസിനെ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കും. ഹൈഡ്രജൻ നമുക്ക് ഉന്നത മർദ്ദത്തിലോ ശീതീകരിച്ച് ദ്രാവകമാക്കിയോ ലിക്വിഡ് ഹൈഡ്രജൻ ആയിട്ടോ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആ ഹൈഡ്രജൻ നമുക്ക് ഫ്യൂവൽ സെല്ലിലൂടെ തിരിച്ച് വൈദ്യുതിയാക്കി ആവശ്യമുള്ള സമയത്ത് എടുക്കാം. അതല്ലെങ്കിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ഓട്ടോമൊബൈൽസിലേക്ക് സാധാരണ കൺവെൻഷണൽ പവർ ജനറേഷനിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു രീതി, അത് പുതിയ രീതിയല്ല, നമ്മളെല്ലാം കോളേജിൽ പഠിച്ചിട്ടുള്ള രീതിയാണ് പംപ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പ്രവർത്തിപ്പിക്കുക. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള 300 മെഗാവാട്ട് കൊണ്ട് നിങ്ങൾ താഴെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തിരിച്ച് റിസർവോയറിലേക്ക് കൊടുക്കുക. ആ വെള്ളം നിങ്ങൾക്ക് പിന്നീട് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എക്സസ് വൈദ്യുതി ഉത്പാദനത്തെ നിങ്ങളുടെ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറ്റിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് വളരെ കുറച്ച് ആപ്ലിക്കേഷന് ഉണ്ടായില്ല. ഇന്ത്യയിൽ ആകെപ്പാട് ഒരു പമ്പ് സ്റ്റോറേജ് നിലയിലേ ഉള്ളൂ. കേരളത്തിൽ ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇടുക്കിയുടെ സാഹചര്യത്തിൽ ഇടുക്കിയിൽ നമ്മുടെ 2000 മെഗാവാട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ അതിന് ഡിമാൻഡ് ഇല്ല എങ്കിൽ ആ വൈദ്യുതി ഉപയോഗിച്ച് താഴെ മൂലമറ്റത്തെ ടേൽ റൈസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തിരിച്ച് ഇടുക്കി റിസർവോയറിലേക്ക് കയറ്റിയിടും. എന്നിട്ട് വൈകുന്നേരം സമയത്ത് നമുക്ക് എല്ലാ ജനറേറ്ററുകളും ഫുൾ കപ്പാസിറ്റിയിൽ വൈകുന്നേരമല്ല ബാക്കിയുള്ള സമയത്തും വർക്ക് ചെയ്യും. ഇപ്പോൾ ഇടുക്കിയിലെ എല്ലാ ജനറേറ്ററും 780 മെഗാവാട്ടും ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 മാസം കൊണ്ട് ഇടുക്കിയിലെ വെള്ളം തീരും. അപ്പൊ അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഫുൾ കപ്പാസിറ്റിയിൽ ഈ എല്ലാ ജനറേറ്ററും വർക്ക് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ കൂടുതൽ ടണലുകളും കൂടുതൽ പെറ്റ് സ്റ്റോക്കും കൂടുതൽ ജനറേറ്ററുകളും സ്ഥാപിച്ച് ഇടുക്കിയുടെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഈവനിങ് അവേഴ്സിൽ നമുക്ക് 780 മെഗാവാട്ടിന് വരെ 1000 മെഗാവാട്ടോ 1500 മെഗാവാട്ടോ ഇടുക്കിയിൽ ഉത്പാദിപ്പിക്കാനും സാധിക്കും. അപ്പൊ ഇത് കേരളത്തിന്റെ ഒരു സസ്റ്റൈനബിൾ എനർജി സെനറിയോനുള്ള അടിസ്ഥാനമാകും. സൗരോർജ്ജത്തിന്റെ 2 ഭാഗങ്ങൾ. ഒന്ന് ഹൗസ് ടോപ്പ് പ്രൊഡക്ഷൻ. കാലിഫോർണിയയിൽ അവർ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു വലിയ പദ്ധതിയുണ്ട്. 1 മില്യൺ സോളാർ റൂഫ്സ് എന്നാണ് പ്രോഗ്രാം പറയുന്നത്. ഓരോ വർഷവും 1 ലക്ഷം റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുക. അവിടുത്തെ ആവശ്യത്തിന് 1 കിലോവാട്ട് പോരാ. ഒരു വീട്ടിൽ അവര് ശരാശരി 3 കിലോവാട്ടിന്റെ ഇൻസ്റ്റലേഷനാണ് വെക്കുന്നത്. അപ്പൊ 3 കിലോവാട്ടിലൂടെ ദിവസം ഏകദേശം 15 യൂണിറ്റ്. അപ്പൊ ഒരു മാസം ഒരു 400-500 യൂണിറ്റ് വൈദ്യുതി ഒരു മാസം അവർക്ക് വീട്ടാവശ്യത്തിന് എടുക്കാൻ സാധിക്കും.
അത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ 1,00,000-ലധികം റൂഫ് പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് നന്നായിട്ട് ലാഭകരമായിട്ട് കമേഴ്സ്യൽ പ്രോപ്പോസിഷനായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ സഹായമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കേരളത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ട് വൈദ്യുതി ഇങ്ങനെ കഴിയുന്നിടത്തോളം നമ്മുടെ ടെറസിൽ തന്നെ ഉത്പാദിപ്പിച്ച് ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, അല്ലാണ്ട് ബാറ്ററി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അല്ല ഈ നമ്മുടെ UPS വയ്ക്കുന്ന പോലെ ഗ്രിഡ് കണക്റ്റഡ് ആകുകയാണെങ്കിൽ നമ്മൾ പകൽ സമയത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നമുക്ക് ഗ്രിഡിലേക്ക് പോകും, എക്സസ് പ്രൊഡക്ഷനാണ്. വൈകുന്നേരം രാത്രിയിൽ നമ്മുടെ ഗ്രിഡിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ മീറ്ററിംഗ് സിസ്റ്റം അതിനനുസരിച്ച് മാറ്റുന്നത് ഡിഫറൻഷ്യൽ മീറ്ററിംഗ് ആയിരിക്കും. മീറ്റർ അങ്ങോട്ടും കറങ്ങി ഇങ്ങോട്ടും കറങ്ങി. ഇപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങുന്ന മീറ്ററൊക്കെ പലരും വെക്കുന്നുണ്ട്, അത് വേറെ നമ്മളെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് മീറ്ററുകൾ സ്ഥാപിച്ച് എക്സസ് കൺസംഷന് മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി. പിന്നെ ഒരു കണക്ഷൻ ചാർജസും സ്ഥിരമായിട്ട് കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സംവിധാനം, അതിന് ഒരുപാട് റിസർച്ച് ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യണം. ഇപ്പൊ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസേഴ്സ് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സെനറിയോ അവരുടെ മനസ്സിലില്ല. അതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോഴേ തന്നെ നമ്മൾ പരിഹരിക്കണം. അപ്പോൾ ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസേഴ്സ് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു, ഡിഫറൻഷ്യൽ മീറ്ററിംഗ് നമ്മൾ നടപ്പാക്കുന്നു. അത്തരത്തിലുള്ള പൈലറ്റ് സ്റ്റഡീസ് ഇപ്പോഴേ നമ്മൾ ചെയ്യണം. ഇപ്പോൾ അതിനുള്ള ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് പാനലുകളുടെ വിലയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ സോളാർ പാനലുകളുടെ വില കൂടുതലാണ്. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പ്രൈസ് ഏകദേശം ഒരു പീക്ക് വാട്ടിന് $3.5. അത് കുറെ കാലം മുമ്പ് $20. ഞങ്ങളൊക്കെ ഈ പഠനമൊക്കെ തുടങ്ങുന്ന കാലത്ത് ഒരു വാട്ടിന് $20 എന്നുള്ളത് വില കുറഞ്ഞ് $10, $5, $3.5 സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറെ കാലമാണ്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്, ലേറ്റസ്റ്റ് അല്ല, കഴിഞ്ഞ വർഷം വന്ന ന്യൂസാണ്. ഈ നാനോ സോളാർ എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഈ സോളാർ മെറ്റീരിയൽസ്, ഈ കൺവെൻഷണൽ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കോണോ അല്ലെങ്കിൽ അമോർഫസ് സിലിക്കോണോ അല്ല, അവരുപയോഗിക്കുന്നത് CIGS എന്ന് പറയുന്നത് കോപ്പർ ഇൻഡിയം ഗാലിയം ഡൈസെലിനൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് അതിന്റെ നാനോ പാർട്ടിക്കിൾസ് ഒരു ഇങ്ക് പോലെ ഒരു സൊല്യൂഷൻ ആക്കുന്നു. ഈ ഇങ്ക് ഉപയോഗിച്ച് അവർ പ്ലാസ്റ്റിക് ഷീറ്റിൽ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണുകയാണെങ്കിൽ നമുക്ക് നെറ്റിൽ കാണാൻ സാധിക്കും. നാനോ സോളാറിന്റെ റെഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരികയാണ്. അതിന്റെ കോസ്റ്റ് ഒരു വാട്ടിന്റെ സെല്ലിന് 35 സെന്റ് എന്നാണ് അവർ പറയുന്നത്. അത് ഉപയോഗിക്കുന്ന പാനലിന് ഒരു കിലോ വാട്ടിന് ഒരു വാട്ടിന് $1. ഒരു വാട്ടിന് $1 എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ കോസ്റ്റാണ്. ഒരു വാട്ടിന് $1 എന്നുള്ള വിലയ്ക്ക് നമുക്ക് സോളാർ പാനലുകൾ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് ഇറ്റ് ക്യാൻ കമ്പയർ വിത്ത് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കണക്കാണ്. ഒരു പക്ഷേ ഓരോ രാജ്യത്തും കുറച്ചൊക്കെ വ്യത്യാസം കാണും. അപ്പൊ അതിന്റെ അർത്ഥം ഈ ബ്രേക്ക് ത്രൂ ഇപ്പോൾ ചെറിയ തോതിൽ വന്നു കഴിഞ്ഞു. നാനോ സോളാർ മെഗാവാട്ട് മുതലുള്ള അവരുടെ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു, മാർക്കറ്റിലേക്ക് വരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആയിട്ടില്ല. മേ ബി ഇൻ അനദർ 2 or 3 years or maybe 5 years അത് വരാതിരിക്കില്ല. അത് വരുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം. ഈ ടെക്നോളജി അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുറെ ആളുകൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടാവണം. ഇവയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ മന്ത്രിയോട് പോയി കരാർ ഒപ്പിട്ടിട്ട് കാര്യമൊന്നുമില്ല. മന്ത്രിയുടെ കൂടെ പോകുന്നവർക്ക് ചെറിയ അക്ഷരം വായിക്കാൻ അറിയാവുന്നവരെയാണ് കൊണ്ടുപോകുന്നത്. എല്ലാ കരാറുകളിലും നമുക്കറിയാം മുകളിൽ എഴുതിയിരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും, അവസാനമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുക. ഒരു സംഗതി പ്രശ്നമാകുമ്പോൾ അവസാനം എഴുതിയിരിക്കുന്ന വെച്ചിട്ടാണ് അവർ കേസിന് പോവുകയും അപ്പോൾ ഇത് വലിയ പുലുമാലാണല്ലോ എന്ന് വെച്ച് നമ്മൾ മിണ്ടാതെ അവർ ചോദിക്കുന്നത് കൊടുത്ത് തലകുരുകയും ചെയ്യുകയാണ് പതിവ്. അപ്പൊ അത് വരാതിരിക്കാൻ ഈ ടെക്നോളജിയുടെ കട്ടിംഗ് എഡ്ജിൽ നിൽക്കുന്ന ആളുകൾ നമുക്കുണ്ടാകും. അവിടെയാണ് നമ്മുടെ R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളും ഇപ്പോൾ സോളാർ എനർജിയിലെ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഒരു ഗവേഷണത്തിന്റെ ഒരു പ്രശ്നം അതാണ്. 2 പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ആളുകൾ ഹാപ്പിയാണ്, പ്രൊമോഷൻ ഉറപ്പായി. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മളെ ഈ ഗവേഷണം നടത്തി ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ കേരളത്തിൽ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പരിമിതികളാണ്. ഇതിനകത്തൊക്കെ വരുന്ന ഒരു ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ആരാണ്ട് വാലുണക്കുന്ന പോലെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പക്ഷെ അതേ സമയത്ത് ഇത്തരം ഗവേഷണങ്ങളിലൂടെ ഒരു കേഡർ ആളുകൾക്ക് ഈ രംഗത്ത് M.Tech.ഉം PhD ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. അവർക്കിത് വായിച്ചാൽ ആ ടെക്നോളജി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അവരെയാണ് നമുക്ക് ആവശ്യം. അവരെ ഇലക്ട്രിസിറ്റി ബോർഡിലും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ വരുമ്പോഴാണ്
ആ രംഗത്തെ നമുക്ക് മറ്റ് ബ്രേക്ക് ത്രൂസിന് ഉപയോഗിക്കാൻ കഴിയും. അതായിരിക്കണം നമ്മുടെ R&Dയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സോളാർ എനർജിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യം, ഹൗസ് ടോപ്പ് പ്രൊഡക്ഷനും അതുപോലെ നമ്മുടെ റിസർവോയറുകളോ ബാക്ക് വാട്ടേഴ്സിലൊക്കെ നമ്മൾ ഇത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ എൻവയറമെന്റൽ ഇമ്പാക്ട് എന്താണെന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. അത് ഫിഷിങ്ങിനും അവിടുത്തെ മറീൻ ലൈഫിനെയും എങ്ങനെ ബാധിക്കുന്നതൊക്കെ പഠിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആ പഠനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ നടക്കും. അതുപോലെ വിൻഡ് എനർജിയുടെ കാര്യത്തിൽ അവിടെയും ഭാഗ്യവശാൽ ടെക്നോളജി മെച്യൂറാണ്.